അപ്പോൾ ഇതേപോലെ നമ്മൾ ഏത്തയ്ക്ക് നമ്മൾ നേന്ത്രപ്പഴം എന്നല്ല പറയുന്നത്, അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്തു പോകും. ഈ ചൂടത്തെ പെട്ടെന്ന് തന്നെ കറുത്തു പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ കട്ടിക്ക് പൊതിഞ്ഞിട്ട് ആ ചെവിട് ഭാഗം ഉണ്ടല്ലോ അതിനകത്ത് പൊതിഞ്ഞത് ഇതേപോലെ ഒന്ന് ആക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറുത്ത് പോകത്തില്ല കേട്ടോ. ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ ചൂട് സമയമാണ് നമ്മളിതുപോലെ പഴമൊക്കെ മേടിക്കുമ്പം 2 ദിവസം ഇരിക്കത്തില്ല, അതിന് മുമ്പ് അങ്ങ് കറുത്തു പോകും. അപ്പോൾ ഇതേപോലെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് 5-6 ദിവസം കൂടെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുപോലെ അവിടെ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ഏത് പഴം വേണേലും നമുക്കിതേപോലെ സൂക്ഷിക്കാവുന്നതാണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ കിഴങ്ങ് പെട്ടെന്ന് മുള വരും അല്ലേ. അപ്പോൾ കിഴങ്ങ് പെട്ടെന്ന് മുള വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പിളുണ്ടെങ്കിലേ ഈ കിഴങ്ങിൻ്റെ കൊട്ടയ്ക്കകത്ത് ആപ്പിളുണ്ടെങ്കിൽ 2-3 ആപ്പിൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആപ്പിൾ ഉള്ളിടത്തോളം ഈ കിഴങ്ങ് പെട്ടെന്ന് മുള വരത്തില്ല കേട്ടോ, മുളയ്ക്കത്തില്ല. കിഴങ്ങ് ഒട്ടും കേടാകാതെ എപ്പോഴും ഫ്രഷായിട്ട് നമ്മൾ മേടിച്ച അതേ രീതിയിൽ തന്നെ കുറച്ച് ദിവസം നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കായപ്പൊടിയുടെ ടിന്നുണ്ടല്ലോ, അത് അടപ്പ് നമ്മളൊന്ന് തുറന്ന് വയ്ക്കുക. കായക്കട്ട ഉണ്ടെങ്കിൽ അതായത് നല്ലത്. കായപ്പൊടി ഉണ്ടെങ്കിലും വിതറി കൊടുക്കാം, കായക്കട്ട ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുളക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കാതെ പുറത്ത് തന്നെ വെക്കാനായിട്ട് പറ്റും കേട്ടോ.